ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപാ യേ ഭജന്ത്യാത്മകാരണാത്. വിവർത്തനം. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഭാവാർത്ഥം: ഭാഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധമുണർന്നവരെ സന്തഹ എന്നു വിളിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ അവരെപ്പോഴും ഭഗവാനെ പ്രേമിച്ചു കൊണ്ടിരിക്കും. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി. സത്തുക്കൾ എപ്പോഴും ഗോവിന്ദനും ആനന്ദദായകനും മുകുന്ദനും മുക്തിദാതാവും ആയ കൃഷ്ണനിൽ സർവാകർഷകനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടുത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കുകയില്ല. അവർ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം എന്നിങ്ങനെ പല വിധത്തിൽ ഭക്തിപൂർവകമായ സേവനയജ്ഞം തുടർന്നു പോരുന്നു. ഈ അനുഷ്ഠാനങ്ങൾ അവരെ ഭൗതിക ലോകത്തിലെ പാപസമ്പർക്കങ്ങളിൽ നിന്നുളവാകുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു. തനിക്ക് മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനോ ആഹാരമൊരുക്കുന്നവരാകട്ടെ ചോരന്മാരാണെന്ന് മാത്രമല്ല, പല വിധത്തിലുള്ള പാപഭോക്താക്കളും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? തീർച്ചയായും അത് സാധ്യമല്ല. അതിനാൽ എല്ലാവിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണ്ണമായി കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. മറ്റൊരു വിധത്തിലും ലോകത്തിൽ ശാന്തിയോ സുഖമോ ഉണ്ടാവാൻ വയ്യ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.